നമസ്കാരം. സൗദി അറേബ്യയിൽ പോയ ആളുകൾ അവിടെ സ്വപ്നം കാണുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അയാൾ പിന്നെ സ്വർഗവാസിയായി തീരും. അതൊരു കൊച്ചു സ്ഥാപനമല്ല കേട്ടോ. അരാംകോ എന്നാണ് അതിൻ്റെ പേര്. അറബ് അമേരിക്കൻ കോർപ്പറേഷൻ എന്നോ കമ്പനി എന്തോ അതിൻ്റെ പേര്. എണ്ണ സംബന്ധമായിട്ട് കാര്യമാണ്. ഈ അരാംകോന് ഒരുപാട് ശാഖകളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട അരാംകോയുടെ അകത്ത് ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്ത് അദ്ദേഹം അവിടെ ഉള്ള ഒരു ഷോപ്പിനകത്ത് വിദേശികളൊക്കെ ഉള്ള കാലമുണ്ട്. ആ കാലഘട്ടത്തിൽ അവിടെ ചെറിയ തോതിൽ മദ്യം അതിനകത്ത് മാത്രം ഉണ്ടായിരുന്നു. അവിടെയാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഒരു ദിവസത്തെ വരുമാനം അന്നത്തെ കാലഘട്ടത്തിൽ, അന്ന് ഇയാളുടെ പേര് എനിക്കറിയില്ല, സൽമാൻ എന്ന് മറ്റാണ് ആളുടെ പേര്. നല്ല ഇംഗ്ലീഷുകാരെ പോലെ എടുക്കണം, അസ്രഡ് ഇംഗ്ലീഷും പറയും. പഠിപ്പും വിദ്യാഭ്യാസത്തിൽ അസ്രഡ് ഇംഗ്ലീഷ് പറയും. അയാൾക്ക് ഒരു ദിവസത്തെ വരുമാനം 1,00,000 രൂപയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. 30-35 വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. എൻ്റെ സുഹൃത്ത് പുഷ്പാങ്കരൻ അദ്ദേഹം ഇതെനിക്ക് വിശദീകരിച്ച് തരികയാണ് ചെയ്യുന്നത്. കാരണം മദ്യം പകർന്നു കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഉള്ളത്. അതിലൊരുപാട് ബാക്കി വരും. കൊടുക്കുന്നത് ഇത്ര, ബാക്കി വരുന്ന കൊടുക്കുന്നതിൻ്റെ ഇരട്ടിയായിരിക്കും. അപ്പം അങ്ങനെ കുറേ, ഇന്നത് പറ്റില്ല. അന്ന് കടത്തുകൾ, വഞ്ചി കടത്ത് എന്നൊക്കെ പറഞ്ഞ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നും അത്ര കാര്യമായിട്ട് പറ്റില്ല. അപ്പം അന്ന് ഒരു മാസത്തിനകത്ത്, ഒരു മാസത്തിൽ അയാൾ നാട്ടിലേക്ക് അയച്ചിരുന്നത് 30,00,000 രൂപയായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾ ഒരു അപ്പച്ചൻ നടത്തിയിട്ട് കുറുക്കമ്പനിയോ ബാങ്കോ അതൊക്കെ അങ്ങനെ. അപ്പോൾ ആരാംകോ അതാണ് സൗദി അറേബ്യയുടെ തിലകക്കുറി. ആ ആരാംകോയിൽ ഇപ്പോൾ വൻ തീപിടുത്തം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഹൂതികളുടെ ആക്രമണമാണ് എന്നാണ് പറയുന്നത്. 2 ദിവസം മുൻപാണ് സൗദി അറേബ്യ നാറ്റോ സഖ്യമുണ്ടാക്കുന്നത്, നാറ്റോ മോഡൽ സഖ്യമുണ്ടാക്കുന്നത്. തുർക്കിയും അതുപോലെ തന്നെ പാകിസ്ഥാൻ, ആറ്റം ബോംബ് കൈവശം വെച്ചിരിക്കുന്ന പാകിസ്ഥാനും സൗദി അറേബ്യയും, ലോക കോടീശ്വരമായിട്ടുള്ള സൗദി അറേബ്യ, ടെക്നോളജിയിൽ മേൽക്കയറ്റം കിട്ടിയിട്ടുള്ള ടർക്കി, പ്രത്യേകിച്ച് യുദ്ധോപകരണങ്ങളിൽ ആറ്റം ബോംബ് കൈവശം വെച്ചിട്ടുള്ള ദരിദ്ര രാഷ്ട്രമായിട്ടുള്ള പാകിസ്ഥാൻ, ഇവർ 3 പേരും കൂടി ചേരുമ്പോൾ എങ്ങനെയാണ് അവിടെ ഈ അന്ധനും മുടന്തനും എന്ന് പറയും. അന്ധൻ മുടന്തനെ തലയിലേറ്റും. എന്നിട്ട് നടക്കുന്ന സമയത്ത് മുടന്തന് കാലില്ല, അന്ധന് കണ്ണില്ല. അപ്പോൾ തലയിലിരിക്കുന്ന ആൾ പറയും മുന്നോട്ട് പോട്ടെ, ഇങ്ങോട്ട് പോട്ടെ, റൈറ്റിലോട്ട് പോട്ടെ, അങ്ങോട്ട് പോട്ടെ, അവിടെ കുഴിയുണ്ട്, അങ്ങനെ തലയിൽ. അപ്പോൾ 2 പേരും കൂടിയിട്ടുള്ള സങ്കലനം, അതിലൂടെ കാര്യങ്ങൾ നടക്കുകയാണ്. കാലില്ലാത്തവൻ്റെ അതിൻ്റെ മേലെ ഇരിക്കുന്ന ആളാണ്. അയാൾക്കച്ച കാലില്ലാത്തതുകൊണ്ട് അയാളുടെ തോളത്താ കയറിയിരിക്കുന്നത്. ഇതുപോലെ ഇവർ തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട്. അങ്ങനെ കൂട്ടുകെട്ട് സൃഷ്ടിച്ചതിൻ്റെ 3-ാം ദിവസമാണ് ഈ അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത്. സൗദി അറേബ്യയുടെ, അപ്പോൾ അത് നമ്മൾ കൂട്ടി വായിക്കണമെന്നർത്ഥം. സൗദി അറേബ്യയുടെ ആ അറ്റാക്ക്, ഇതേ ഹൂതിയുടെ അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെ അത് ഇറാൻ്റെ ഭാഗത്ത് നിന്ന്, ഇറാൻ്റെ വേറെ കുറേ ആൾക്കാരുടെ കൂട്ടാളികളുണ്ട്, അവർ അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പാകിസ്ഥാനും തുർക്കിയും സൗദി അറേബ്യയും ഒരുമിച്ച് നിൽക്കണം, തങ്ങൾക്ക് അറ്റാക്ക് ഉണ്ടായ പോലെ. അതാണ് ആ പാക്റ്റ്. അങ്ങനെ ഒരു കരാർ ഉണ്ടായതിൻ്റെ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് കൂട്ടി വായിക്കണമല്ലോ. സൗദി അറേബ്യയുടെ ഏറ്റവും വലിയ ഗ്യാസ് സംസ്കരണ കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടുള്ള അൽ ജുബൈൽ, സൗദി ആരാംകോ ബെറി ഗ്ലാസ് പ്ലാന്റിന് നേരെ യമനിലെ ഹൂതികൾ ആക്രമണം നടത്തിയെന്നാണ് പറയപ്പെടുന്നത്. ജുബൈൽ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ വലിയ സ്ഫോടന ശബ്ദം കേട്ടതായിട്ടും പിന്നാലെ ഗ്യാസ് പ്ലാന്റിലാകെ തീ പിടിച്ചതായിട്ടും പ്രാദേശിക മാധ്യമങ്ങൾ തുടരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ TV-കളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. സൗദിയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലെ ജിസാൻ എന്നൊരു സ്ഥലമുണ്ട്. ജിസാനിലുള്ള ആരാംകോ റിഫൈനറിയിൽ ഇന്ന് പുലർച്ചെയോടെ ഉണ്ടായിട്ടുള്ള തീപിടുത്തം സൗദി ഊർജ മന്ത്രാലയം, അവരുടെ തന്നെ സർക്കാർ തന്നെ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ജുബൈലിലെയും ജിസാനിലെയും ആക്രമണങ്ങൾക്ക് പിന്നിൽ യമനിലെ ഹൂതി വിമതരാണെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ തെളിവ് സഹിതം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ജിസാനിലെ തീപിടുത്തത്തിന് പിന്നിലെ കാരണം
സൗദി ആയിട്ട് ഇതുവരെ ഔദ്യോഗികമായിട്ട് വെളിവാക്കിയിട്ടില്ല. അതേസമയം ജിസാനിലെത്തി അണച്ചതായും ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല എന്നും സൗദി ഊർജ്ജ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്നാണ് അധികൃതർ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. ഏഷ്യയിലേക്ക് അതുപോലെ നമ്മുടെ ഇന്ത്യയിലടക്കം മറ്റും സൗദി എണ്ണ കയറ്റുമതി ചെയ്യുന്ന നിർണായക മേഖലകളാണ് ജുബൈൽ, ജിസാൻ. ആ മേഖലകളിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് ഇത്തരം ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ മാസം ഇതുപോലെ തന്നെ ചെങ്കടലിൽ ബാബൽ മാൻഡേബ് കടലിടുക്കിൽ, അത് വളരെ ഈ മറ്റേ കടലെടുക്കുണ്ടല്ലേ, അത് ഇപ്പോൾ അടച്ചിട്ടുള്ള കടലെടുക്ക് ഹോർമൂസ്, അതുപോലെ തന്നെ തന്ത്രപരമായിട്ടൊരു കടലെടുക്കാണ് ഈ അല്ലെങ്കിൽ ഒരു പാതയാണ് ബാബൽ മാൻഡേബ്. ആ കടലെടുക്കിലും സൗദിക്ക് നേരെ ഹൂതികൾ നാവിക ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. ഇതിൻ്റെ പിന്നാലെയാണ് ഈ പുതിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ ആക്രമണം ഉണ്ടായതിൻ്റെ പുറകിൽ, ഇപ്പം ഇത്രയും പെട്ടെന്ന് ഒരു ആക്രമണം ഉണ്ടായതിൻ്റെ പുറകിൽ അതിനകത്ത് മറ്റൊരു കാര്യം കൂടി കിടന്ന് കളിക്കുന്നുണ്ട്, ഒരു രാഷ്ട്രീയം കൂടി കിടന്ന് കളിക്കുന്നുണ്ട്. 2 ദിവസം മുൻപാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നേരത്തെ ആ ഒരു പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ടായിരിക്കാം, സംഭാഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരിക്കാം, ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഔദ്യോഗികമായിട്ട് അത് കൺഫേം ചെയ്യുന്നത് 2 ദിവസം മുൻപാണ്. പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി ചേർന്ന് മക്ക ജോയിൻറ്റ് ഡിഫൻസ് എഗ്രിമെൻറ്റ്. ഇവർക്ക് എല്ലാവർക്കും മക്ക കേന്ദ്രമാണല്ലോ. എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കും എല്ലാ ഇസ്ലാമിസ്റ്റുകൾക്കും അഥവാ മുസ്ലിങ്ങൾക്കും മക്ക പൊതുവായിട്ടുള്ളൊരിടമാണല്ലോ. ആയതുകൊണ്ട് തന്നെ മക്കയുടെ മക്കൾ എന്ന് പറയാം. അങ്ങനെയുള്ള രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങൾ, അതിൽ ഇന്ത്യ പെടില്ല കേട്ടോ, മക്ക ജോയിൻറ്റ് ഡിഫൻസ് എഗ്രിമെൻറ്റ് ഒപ്പുവെച്ചിരിക്കുകയാണ്. ഒപ്പുവെച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത്. അപ്പോൾ അത് തമ്മിൽ ബന്ധങ്ങളുണ്ടെന്നർത്ഥം. ആ ഒരു മറ്റേ ജോയിൻറ്റ് ഡിഫൻസ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയുടെ ബേസ് അവിടെയുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? UAE ആകട്ടെ, ഖത്തർ ആകട്ടെ, കുവൈറ്റ് ആകട്ടെ, GCC കൺട്രികളാകട്ടെ, സൗദി അറേബ്യ ആകട്ടെ, ഇറാനുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട് മാനസികമായിട്ട്. പിന്നെ ഇസ്രായേൽ എല്ലാ അറബി രാഷ്ട്രങ്ങളെയും സംശയത്തോടു കൂടിയിട്ടാണ് വീക്ഷിക്കുന്നത്. 1948 മുതൽക്ക് അങ്ങനെയാണ്. ആയതുകൊണ്ട് തന്നെ ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലയ്ക്ക്, ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് അമേരിക്കയെ അവിടുത്തെ വാച്ച്മാൻമാരായിട്ട്, കാവൽ പട്ടികളായിട്ട് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അവിടെ. പക്ഷെ ആ കാവൽ പട്ടികളുടെ സ്ഥിതി എന്താണ്? കൊടുക്കുന്ന ആഹാരം മുഴുവൻ സുഖമായിട്ട് കൊടുന്നിട്ട് പട്ടി ഇങ്ങനെയാണ് ഇരിപ്പ്. അറ്റാക്ക് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. കള്ളന്മാർ കയറി വന്നാലും പട്ടി ഇങ്ങനെ നോക്കും. ചിലപ്പോൾ പട്ടിയെന്ന് മൂളും, അത്രയേ ഉള്ളൂ. വേണമെങ്കിൽ കേട്ടാൽ മതി. ഞാൻ ചെയ്തിട്ടുണ്ട്. കുരയ്ക്കില്ല. അങ്ങനത്തെ പട്ടിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ US-നെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിൽ അവർ കള്ളന്മാർക്ക് സപ്പോർട്ടാണ്. ഇവിടെ സൗദി അടക്കമുള്ള GCC കൺട്രികളിൽ ബേസുണ്ട്. അവിടെ നിന്നാണ് അത്രയും ആൾക്കാർ, ആയിരക്കണക്കിന് പട്ടാളക്കാരെ. ഖത്തറിലൊക്കെ ദോഹയിൽ പോയി കഴിഞ്ഞാൽ അമേരിക്കൻ പട്ടാളക്കാരെ തടയാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇവരെല്ലാ വിധത്തിലുള്ള ആഹാരം, വസ്ത്രം, പാർപ്പണ, റോട്ടി, കപ്പട, മക്കൾ എല്ലാവരും ദേ ഹാവ് ടു പ്രൊവൈഡ് റിയലി. ലക്ഷക്കണക്കിന് കോടി രൂപയാണ് കൊടുക്കുന്നത്. പക്ഷെ ഇപ്പോൾ സ്ഥിതി എന്താണ്? അതിൻ്റെ പേരിലാണിപ്പോൾ GCC കൺട്രികൾ ഗതിയിടുന്നത്. ഇറാൻ്റെ നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ ഇറാൻ ആക്രമിക്കുന്നത് ഇവരെയാണ്. അതിനെ കൃത്യമായിട്ട് തടയാൻ ബോംബ് അല്ലെങ്കിൽ ഡ്രോണിൽ അയക്കുന്ന മിസൈലുകൾ താഴ്ത്തു വന്ന് വീണിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് പറഞ്ഞത്. അത് വീണിട്ടില്ല. പക്ഷേ പലർക്കും അപകടം പറ്റിയിട്ടുണ്ട്. 1-2 പേര് മരിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ദുബായ് അല്ലെങ്കിൽ അബുദാബി അല്ലെങ്കിൽ സൗദി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗ്രേസ് മറ്റൊന്നാണ്. അവിടേക്ക് ആൾക്കാർ പോകാൻ ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ്. അത് തീർത്ഥയാത്രാ കേന്ദ്രങ്ങളാണ്. സൗദി എന്ന് പറഞ്ഞാൽ മക്ക, മദീന തീർത്ഥയാത്രാ കേന്ദ്രങ്ങളാണ്. നബി തിരുമേനി അവിടെയാണ്, അദ്ദേഹത്തിൻ്റെ വിഹാരം അവിടെയാണ് വിഹരിച്ചിരുന്നത്, അവിടെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാദസ്പർശം തട്ടിയിട്ടുള്ള എല്ലാ ഇതുകളും പുണ്യഭൂമികളാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മുലകുടി അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് അവർക്ക് അവിടെ. ആ ഗ്രാമം പോലും ഇന്ന് തീർത്ഥയാത്രക്കാർ അവിടെ പോകുന്നുണ്ട്. അവർ ഇദ്ദേഹത്തെ കല്ലെറിഞ്ഞൊരു സ്ഥലമുണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല സ്ഥലത്തിൻ്റെ. അവിടെയും ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ നബി തിരുമേനി എവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ പാദസ്പർശം ഉണ്ടായിട്ട് അവിടേക്കും തീർത്ഥയാത്രാ കേന്ദ്രങ്ങളാണ്. ആ തീർത്ഥയാത്രാ കേന്ദ്രങ്ങൾ കാണാൻ പോകുന്ന അവിടെ ജോലി ചെയ്യാനൊന്നുമല്ല. അതുപോലെ തന്നെ പിന്നെ ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്ന ദുബായിൽ ജോലിക്കാണ് പോയിരുന്നത്.
എണ്ണ സംബന്ധമായിട്ടുള്ള ജോലിയും കെട്ടിട സംബന്ധം. ഇപ്പം അതല്ല. ഇപ്പം അവിടെ 100 പേര് പോകുന്നുണ്ട്, 150 പേരും ദുബായ് എന്ന സ്വർഗം കാണാൻ പോകുന്നവരാണ് ഇപ്പോഴത്തെ സ്ഥിതി. അതൊക്കെയാണ് ഇപ്പോൾ അവരുടെ വരുമാനമായിരുന്നത്. ദുബായിക്കാർക്ക് എണ്ണയില്ല അവിടെ. എണ്ണയുള്ളത് മറ്റേ അബുദാബിക്കാർക്ക് എണ്ണയുള്ളത്. പിന്നെ അവർ തമ്മിലൊരു സഹകരണം കാര്യങ്ങളുണ്ട്. ആയതുകൊണ്ട് തന്നെ ദുബായ് എന്ന് പറയുന്നത് ഒരു പക്ഷേ അബുദാബിക്ക് പോലും അനുകരണീയമായിട്ടുള്ള അവസ്ഥയിലാണ് എണ്ണ കാര്യത്തിൽ കമ്മി അനുഭവിക്കുന്ന അല്ലെങ്കിൽ കുറവ് അനുഭവിക്കുന്ന ദുബായ് ഇന്ന് ലോകത്തിൻ്റെ ആകർഷണ കേന്ദ്രമായിട്ട് എങ്ങനെയാണ് അതിൻ്റെ വരുമ്പോൾ ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ് അവർ. റോഡുകളാകട്ടെ, കെട്ടിടങ്ങളാകട്ടെ, സംവിധാനങ്ങളാകട്ടെ ദുബായി ഒരു സ്വർഗമാക്കി മാറ്റിയിരിക്കുകയാണ് അവർ. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതാണ്. അവരുടെ വരുമാനവും അവരുടെ റവന്യൂവും അതാണ്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? നമുക്കൊന്ന് ദുബായി പോയി ചുറ്റിക്കാണാം എന്നാരും പറയുന്നുണ്ടോ? ആയതുകൊണ്ട് തന്നെ അവരും ഒരുപാട് ഗതികേടുകൾ അനുഭവിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഗതികേടുകളെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി വന്നാൽ, പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതാണ് മക്ക ജോയിൻ്റ് ഡിഫൻസ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അതിലിപ്പോഴുള്ളത് 3 രാജ്യങ്ങളാണ്: പാകിസ്ഥാനും തുർക്കിയും അതുപോലെ തന്നെ സൗദി അറേബ്യയും. ഇനി അതിനകത്ത് ചെന്ന് ചേരാനുള്ള വേറൊരു മാർഗവുമില്ല. അതിൽ ചെന്ന് ചേരാൻ GCC രാജ്യങ്ങൾ മൊത്തം മനസ്സുകൊണ്ട് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പല കെട്ടുപാടുകളും, പലർക്കും കൊടുക്കേണ്ട മുൻഗണനകളും, കാലങ്ങളിലുണ്ടായ ബന്ധങ്ങളും ഒറ്റ സുപ്രഭാതത്തിൽ കട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവരും തരം നോക്കി നിൽക്കുകയാണ് ഈ മക്ക ജോയിൻ്റ് ഡിഫൻസ് എഗ്രിമെൻറ്റിലേക്ക് എടുത്ത് ചാടാൻ വേണ്ടിയിട്ട്. ആ കൂട്ടത്തിൽ അധികം താമസിയാതെ ഇവരും ഈജിപ്തും വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ഈ നിലയ്ക്കാണെങ്കിൽ ഇത്തരം ഒരു പാക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇത്തരം ഒരു കരാർ ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്താ കരാറ്, എന്താ അവിടെ നടക്കുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക വരും. ഇസ്രായേൽ അവരുടെ മൊസാദിനെയും വെച്ചുകൊണ്ട് ഭയാനകമായിട്ടുള്ള നിരീക്ഷണം നടത്തും. ഇത് വല്ല പ്രശ്നം നമുക്ക് പ്രശ്നം ഉണ്ടാവുമോ? അവരുടെ ഈ കരാറിനകത്ത് നമുക്ക് അനുകൂലമല്ലാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ? ഏതായാലും ആ കൂട്ടത്തിൽ ഇന്ത്യയും ആ കൂട്ടത്തിൽ നിരീക്ഷിക്കാൻ ബാധ്യസ്ഥരായിരിക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരുപാട് യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ആ യുദ്ധത്തിൻ്റെ കണക്ക് എങ്ങനെയാണ്? 10 ദിവസം, 14 ദിവസം, 11 ദിവസവും മറ്റാണെന്ന് തോന്നുന്നുണ്ട് ബംഗ്ലാദേശ് യുദ്ധത്തിലുണ്ടായത്. ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് വിമോചന സമയത്തുണ്ടായത്. അപ്പോൾ ഈ ജനറൽ അറോറയുടെ മുമ്പിൽ ജനറൽ നിയാസി കീഴടങ്ങി എന്നുള്ളതാണ്. കരഞ്ഞു എന്നാണ് പറയുന്നത്. അദ്ദേഹം കീഴടങ്ങുകയാണ് ചെയ്തത്. ഇപ്പോൾ സിന്ദൂറിലുണ്ടായിരുന്ന ദിവസങ്ങളെ കൊണ്ട്, മണിക്കൂറുകളെ കൊണ്ട് ആ യുദ്ധം അവസാനിച്ചു. പക്ഷെ ഇനി വരാൻ പോകുന്നത് അപ്രകാരം ഒരു കാര്യമായിരിക്കില്ല. എടുക്കുക, കുടിക്കുക, മരിക്കുക എന്നുള്ള പോയിട്ട് അവർ പണി തീർത്തിട്ട് വന്നേ എന്നൊന്നും നടക്കുന്ന കാര്യമില്ല. കാരണം ഇനി പാകിസ്ഥാനുമായിട്ട് എന്തെങ്കിലും ഒരു തരം യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പാക്റ്റ് പ്രകാരം, നാറ്റോ മോഡൽ പാക്റ്റ് പ്രകാരം നേരിട്ട് പ്രശ്നമില്ലെങ്കിലും തുർക്കിയും അതുപോലെ സൗദി അറേബ്യയും അതിൽ ഇടപെടും എന്നാണ് കരുതേണ്ടത്. ആ കൂട്ടത്തിൽ ഈജിപ്തും ഈ നാറ്റോ സഖ്യത്തിൽ, അതായത് ഇസ്ലാമിക് നാറ്റോ അല്ല, ഇസ്ലാമിക് നാറ്റോ എന്ന് വേണമെങ്കിൽ പറയാം, മക്ക ജോയിൻറ്റ് ഡിഫൻസ് എഗ്രിമെൻറ്റിൽ അവരും ഉടൻ തന്നെ മെമ്പറാവുമെന്നാണ് കേൾക്കുന്നത്. പിന്നെ അതിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു തരത്തിലും കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ UAE, ഖത്തർ, കുവൈറ്റ്, മറ്റേ ബഹ്റൈൻ, അതുപോലെ തന്നെ നമ്മളുടെ സുൽത്താൻ ഒമാൻ അവർക്കുള്ളത്. അപ്പോൾ അവരെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഇറാൻ പറയുന്നത് ഒരു കടലാസ് കമ്പനിയായിട്ട് മാറുമെന്നാണ് പറയുന്നത്. അവർക്കതിനുള്ള താക്കത്തില്ല എന്നാണ് പറയുന്നത്. പാരമ്പര്യമായിട്ടുള്ളൊരു മിലിറ്ററിയോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ല എന്നാണ് പറയുന്നത്. എനിവേ പുതിയൊരു ശക്തി കേന്ദ്രം അവിടെ ഉരുത്തിരിയുകയാണ്. ഇന്ത്യ വളരെ കാര്യമായിട്ട് തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു ഉരുത്തിരിയൽ പലവരുടെയും ഉറക്കം കെടുത്തുന്നുണ്ട്. അതിൻ്റെ പേരിൽ അതിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഹൂതികളുടെ ആക്രമണം അവിടെ ഉണ്ടായിട്ടുള്ളത്. എവിടെയാണ് ഉണ്ടായിട്ടുള്ളത്? ഒരാളെ വെടിവെക്കുമ്പോൾ തലയിലോ നെഞ്ചത്തോ വെടിവെക്കണ്ടേ? അതുപോലെ തന്നെ ആരാംകോയുടെ നാശം സൗദി അറേബ്യ വലിയ രാജ്യമാണ്, വേണ്ടത്ര സാമ്പത്തികമുണ്ട്. എങ്കിൽ പോലും അവരുടെ ഒരു തിലകക്കുറിയാണ് ആരാംകോ. സൗദി അറേബ്യയിൽ പോകുന്ന ആൾക്കാർ ആരാംകോയിലല്ല ജോലി ചെയ്യുന്നതെന്ന് വെച്ചാലും ആരാംകോയുടെ ഒരുപാട് ഭിന്ന
അതുമായിട്ട് അതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള കോൺട്രാക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആരാംകോ എന്ന് കേൾക്കാത്തവരില്ല. ആരാംകോ സൗദി അറേബ്യയിൽ പോയ ആൾക്കാർ മുഴുവൻ ഒരിക്കലെങ്കിലും ആരാംകോ കാണാത്തവരില്ല. അത് അവരുടെ ഒരു അഭിമാനമാണ്. അങ്ങനെയുള്ള ആരാംകോയിലാണ് ഇപ്പോൾ അവിടെ വലിയ വലിയ അഗ്നി ബാധയുണ്ടായിട്ടുള്ളത്. അത് ഹൂതികളാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ ഇനി എത്ര ദശകങ്ങൾ നീണ്ടു നിൽക്കും അറിയില്ല. ഈ രീതിയിലാണെങ്കിൽ അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത. നമസ്കാരം.